എവിടെടാ? നീ ചെറുതി കരുതി മിഴിയോരം എന്താടാ ഡേറ്റിംഗ് ആണോ? ഇവിടെ അടുത്തേ എന്റെ ചിറ്റമ്മയുടെ ഒരു കടയുണ്ട്. നീ ഇതെല്ലാം പുള്ളി ഒന്ന് കാണിക്കേ. പുള്ളിക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പുള്ളി എന്തായാലും എടുക്കും. നോക്കാം. കൊള്ളാലോടാ, വീട്ടിലുണ്ടാക്കുന്ന ആ വലിയ പ്രോഫിറ്റ് ഒന്നും ഇല്ല ഇതില്. നിന്റെ മോള് പറഞ്ഞല്ലേ, നീ കുറച്ച് കൊണ്ടുപോയിക്ക്. പറയടാ, എങ്ങനെ ഉണ്ടായിരുന്നു നിന്റെ കച്ചവടം? സ്ഥിരം സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ സംഭവിച്ചേ. എന്നാലും പറയാം, രാവിലെ തൊട്ട് തന്നെ തുറക്കാത്ത ഗേറ്റുകള്, വാതിലുകള്, പിന്നെ വേണ്ടാന്ന് മാത്രം പറയുന്ന കസ്റ്റമേഴ്സ്. ഇതിൻ്റെ ഇടയിൽ ഞാനൊരു വീട് കണ്ട്, ഒരു ഓടിട്ട സാധാരണ വീട്. അവിടെ ആണെങ്കിൽ ഒരു അമ്മയും. അമ്മേ, നല്ല മുറുക്ക് അച്ചപ്പം പക്കാവട ഒന്നും വേണ്ട. വേണ്ടേ? അമ്മ ഇച്ചിരി വെള്ളം തരുമോ? രാവിലെ തൊട്ട് നടന്നിട്ടേ നല്ല ദാഹം ഉണ്ടായിരുന്നു. ഞാൻ കുടിച്ചോണ്ട് നിൽക്കുമ്പോൾ അമ്മ നോക്കിക്കൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. നിക്കടേ. ആ നിൽക്കാൻ പറഞ്ഞ എന്തിനാന്ന് മനസ്സിലായത് കുറച്ച് കഴിഞ്ഞിട്ട്. കാലം പോകെ വീഞ്ഞായി മാറി ആ അച്ചപ്പം അമ്മയ്ക്ക് വേണ്ടിയല്ല, എനിക്ക് വേണ്ടിയാ. ഈ ആവശ്യമില്ലാത്ത ആളുകൾക്ക് നമ്മൾ അടിച്ചേൽപ്പിക്കുന്നതിന് പകരമായിട്ട് എന്റെ ചിറ്റപ്പം നടത്താൻ ഒരു ബേക്കറി ഒക്കെ നടത്തി ആവശ്യമുള്ള ആളുകൾക്ക് മാത്രം കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് രസമായിരുന്നു. എടാ, എന്റെ ചിറ്റപ്പൻ ജംഗ്ഷനിൽ പുതിയ കട തുടങ്ങുന്നുണ്ട്. നിനക്കും പാർട്ട്ണറായി കൂടെ? പോയി, എന്റെ പൈസ ഒന്നുമില്ല. പൈസ മൊത്തം നീ ഇടണ്ട. അത്യാവശ്യം സ്ത്രീധനം കൊടുത്താണല്ലോ എന്നെ കെട്ടിച്ചേ. അതിന്റെ കുറച്ച് ബാക്കി ഇരിപ്പുണ്ട്. ഞാനും പാർട്ട്ണറാകാം. ഈ സ്ത്രീധന പൈസ കൊടുത്ത വേറെ പയ്യന്മാരെ കിട്ടൂ? അല്ലെങ്കിൽ വല്ല സാധനക്കാരൻ തപ്പേണ്ടി വരും, ഞങ്ങളെ പോലെ. ഓ ഓ ഓ നീ എനിക്ക് വേണ്ടി ഇത്രയും ചെയ്താൽ മതി. ഞാൻ തന്നെ എൻ്റെ അച്ചപ്പത്തിൻ്റെ പേര് അമൃത അച്ചപ്പം ആക്കിയില്ല. ഹരി അമൃതം, അമൃതം ഹരി, ഹരിമൃതം, മൃത ഹരി, ഹരി. ഞാൻ വിളിച്ചു.